പോയിട്ടോ என்ன പറയാ பெரியப்பா எலி பெரியமா ரொம்ப விட்டு உன்னை அப்பான்னு விളിக்க வைக்கிறாங்க அப்பான்னு சொல்றாங்க ரஷீத் ப்ரோ தேங்க் யூ so much கத்தர் ரியல் 50 வரடா ஹலோ பாப்பி இங்க வந்த சீக்கிரம் പാപ്പിയാ നമ്മളോട് സണ്ട പോടാതെ ഞാൻ പലവട്ടം പറഞ്ഞു എന്റെ വാപ്പി വാപ്പി എന്ന് വിളിക്കല്ലത് ഒരു കാര്യം പറയട്ടെ സീക്രട്ട് എന്താ ടീച്ചർ പറഞ്ഞോ ഇന്ന് സ്കൂളില് ലീഡർ ആക്കാം പക്ഷെ ഈ ക്ലാസ് ഒന്നിന്റെ അടുത്ത് പറയണം അടിപൊളിയായിട്ട് പഠിപ്പിക്കണ്ട് നന്നായിട്ടാണ് ഇവിടെ എല്ലാം ചെയ്യണേ ഒരു നിലയും കൂടി സ്കൂളിൽ കെട്ടിട്ടുള്ള നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിയുമെന്ന് പറയാൻ പറഞ്ഞു ഒരു നിലയും കൂടെ കെട്ടി തന്നാലോ വലിയ നിലയിലാണെന്നല്ലേ അവള് പറയാൻ അവർക്ക് ഇനി ഞാൻ നില പണിത് കൊടുക്കാം അവളുടെ എടാ ഉസ്മാനെ ആ സ്കൂളിൽ നിന്നല്ല നിന്നെ ഞാൻ പഠിപ്പിക്കും നിനക്ക് എന്തോ പഠിക്കട്ടെ മലയാളം പഠിക്കണോ തമിഴ് പഠിക്കണോ ഹിന്ദി പഠിക്കണോ മലയാളം സയൻസ് മാത്രം സയൻസ് ഞാൻ പഠിപ്പിക്കാം നമ്മൾ അങ്ങനെ ബയോളജിയിലൊക്കെ എത്ര മാർക്കാന്ന് ചോദിച്ചു വിദ്യാഭ്യാസ കുറവുണ്ടോ നമുക്ക് പിന്നെ അവക്ക് ഞാൻ ഇനി നില പണിത് കൊടുക്കാം അവക്ക് നിനക്ക് സ്കൂളിൽ പോണം എന്നിട്ട് എന്നെ സ്കൂൾ ലീഡർ ആക്കാം ഫസ്റ്റ് ആക്കാം എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയണം ഇപ്പൊ ബാക്കി ഫോൺ ചെയ്തില്ല അതെല്ലാം റേഡിയോയില് അപ്പൊ പറയാൻ പറഞ്ഞുകൊണ്ടിരിക്കാം അവള് നിന്നെ ചാരനാക്കാനുള്ള പരിപാടിയാണല്ലേ നിന്റെ അപ്പാണോ ചന്ദ്രൻ നീ എന്തിനാ ചന്ദ്രനെ അപ്പാന്ന് വിളിക്കുന്നേ ബിജിഎം ഓണായില്ല ട്രെയിൻ മാത്രം ഓടിയുള്ളൂ നമ്മൾ കേട്ടില്ല ബിജിഎം കേട്ടില്ല കേട്ടോ ചന്ദ്രന്റെ ഇത് പക്ഷെ ഇവന്റെ മുമ്പിൽ കളിയാക്കി പറയുന്നതിൽ ഇത് ചന്ദ്രന്റെ തന്നെയാ കള്ളാന് കഞ്ഞി വെച്ച കൊച്ചു ഞാൻ സത്യം പറയട്ടെ ഞാൻ എന്താ ചെയ്യണ്ട സത്യം പറയട്ടെ പറയട്ടോ ഇല്ല ഞാൻ പറയത്തില്ല ആ സ്കൂൾ ലീഡർ ടീച്ചർ ഇല്ലേ ആ ടീച്ചർ സ്കൂളില് മഴ ക്ലാസ്സിലിരിക്കുമ്പോ മഴ പെയ്യും പിന്നെ ആകെ പഠിപ്പിച്ചത് ബാബു ടീച്ചർ മാത്രം ആകെ പഠിപ്പിച്ചുള്ളൂ മലയാളം വേറെ ഒന്നും പഠിപ്പിച്ചില്ല എന്നെ ബാബു ടീച്ചർ മാത്രം ഇത്ര നാളായിട്ട് നിന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ വേറെ ഒന്നും പഠിപ്പിച്ചില്ല മലയാളം മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ സ്കൂളില് മഴ പെയ്യും സ്കൂളിലിരിക്കുമ്പോ മഴ പെയ്യും ലീക്കാണ് മേലെയൊക്കെ സ്കൂളിലില്ല സ്കൂള് ഒരു മിനിറ്റ് ഒരു കോള് വരുന്നു ഇതൊക്കെ ഗവൺമെന്റിന് പോയിട്ട് കേസ് കൊടുക്കണം കേക്കാം ഭക്ഷണ സുഖമാണ് നാട്ടിൽ നമുക്ക് കാണാൻ പറ്റില്ല അടുത്തവരെ കാണാം എഡ്വിൻ ബ്രോ താങ്ക് യു സോ മച്ച് എന്താടാ കേട്ടില്ല ചെറിയൊരു കാര്യം പറയാനായിരുന്നു പറഞ്ഞോ ബ്രോ നിങ്ങളുടെ കൂട്ടത്തിലായാലും ഗൺ സെയിൽ ചെയ്യുന്നുണ്ടോ ഗണ്ണ് സെയിൽ ചെയ്യാനോ ഗണ്ണൊന്നും സെയിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ബ്രോ എന്ത് പറ്റി അയ്യല്ല ബസ്സാമയുടെ ഒരു തീരുമാനമായിരുന്നു ബ്രോ എന്നിട്ട് ചോദിച്ചെന്നുള്ളൂ എന്താ കേട്ടില്ല ചോദിച്ചെന്നുള്ളൂ ബ്രോ ചോദിച്ചു അല്ല അത് അങ്ങനെ ചോദിക്കുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചേ ഹലോ സ്കാമിംഗ് ആണ് നിന്നെ അവിടെ നടത്തുന്നത് കണ്ണനായ ബ്രോ താങ്ക് യു സോ മച്ച് 100 രൂപീസ് സൂപ്പർ ചാറ്റ് സ്കൂൾ പൂട്ടിക്കണം മനസ്സിലായോ എന്താടാ മുതുസ്കാൻ വന്ന് വാ അവിടെ ഫ്രണ്ടിലെ ടീച്ചർ ഉണ്ട് സ്കൂളിൽ ഒരു നില കൂടി പണിയാൻ വേണ്ടി എടാ ഹലോ എന്താ എന്ത് ഹലോ ഒന്നുമില്ല ഹലോ മുസ്മാനെ പറ
അവിടെ ഫ്രണ്ടിലെ ടീച്ചർ ഒരു നല്ല കിട്ടോന്ന് അറിയാൻ വേണ്ടി നിക്കണ്ട്. അവക്ക് ഒരു 5 നില പണിയായി ഇപ്പൊ. ഒരു മിനിറ്റ് 5 നില നല്ലതാ പറഞ്ഞെന്ന് പറയാൻ. നല്ലതാ. ലീഡർ ആക്കുള്ളൂ. നിന്നെ ലീഡർ ആക്കിക്കാം. ടീച്ചർ ടീച്ചർ ഹലോ. അണ്ണൻ എന്റെ വാപ്പി വിളിക്കണ്ട്. ഈ വാറിന് പറഞ്ഞ കഴിച്ചത് 25 വരാതെ ഞാൻ എങ്ങനെ എന്ത് ചെയ്യാനാണ്? വാസോണ്ടന്റെ മോനാണിത്. എടാ ടൈം ആയിട്ട് 25 പേര് എന്താ വരാത്തെ? എടാ ഇത് എന്ന് ഈ എക്സ്ക്യൂസ് അല്ലേടാ പറയണ എല്ലാരും. ഞാൻ നേരത്തെ കേറി നിക്കാൻ പറയണം, അതുകൊണ്ടല്ലേടാ. നമുക്ക് 10 മണിക്ക് കേറണം, 10:30 വാറിന് പോകണമെങ്കിൽ നേരത്തെ കേറണോടാ. ഈ ലാസ്റ്റ് മിനിറ്റ് കേറിയിട്ട് കാര്യമില്ല. എന്നും ഇതന്നല്ല ഞാൻ പറയണേ. ഇന്ന് നമ്മൾ നേരത്തെ നമ്മളെ അറിയിച്ചതല്ലേ, വൈകുന്നേരം തൊട്ട് പറയുമല്ലേ ഗ്രൂപ്പില്. ഇത് കാണുമ്പോഴേ ദേഷ്യം വരണേ. എന്നാ ലൈറ്റ് ഒക്കെ പോയാണോ? എടാ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക ബ്രോ. ഇവിടെ ഭയങ്കര വെട്ടമാണ്, അതുകൊണ്ട് ഇത് ഓഫ് ചെയ്ത് വെച്ചേക്കാം. കണ്ണനായ ബ്രോ, താങ്ക് യു സോ മച്ച് 200 അഗൈൻ. എന്റെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട് വന്ന് നിന്നിട്ട് കോച്ച് പിള്ളേരെ പറഞ്ഞ അകത്തോട്ട് വിട്ടിട്ട് എന്താ പറയാനുള്ളതെന്നോ? കേറിയ മുട്ടാലും അല്ലേ ഓടിക്കുമല്ലോ. എന്താ കാര്യം? എന്തിനാ വിളിച്ചത്? ഈ കൊച്ചിറക്കം പറഞ്ഞ് വിളിക്കുന്നു. ഇല്ല വാപ്പി, ഇവിടെ നന്നായിട്ട് പഠിപ്പിക്കണേ. നമുക്ക് ഒരു സൗകര്യം വേണം സ്കൂളില്. ഒരു നല്ല ഇത് തരുമോ അത് ചോദിക്കാനാ വന്നു. എടാ ഒരു നില കൂടെ പണിയുന്നതിൽ ഭേദം ആ പൈസക്ക് ഞാൻ വേറൊരു സ്കൂൾ ഇവിടെ പണിതിട്ട് നിന്നെ അവിടെ പഠിപ്പിക്കുന്നതല്ലേ, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഞാൻ വേറെ സ്കൂൾ പണിത് തരാടാ നിനക്ക്. പെരിയമ്മാവെ താണ്ടി ഒന്നുമേ ചെയ്യ മുടിയാതെന്നോ? പെരിയമ്മ ആരാണ്? പെരിയമ്മ ആരാ? ആറായി പെരിയമ്മ. അവിടെ എന്താണ് അങ്ങനെയാണല്ലേ കാര്യങ്ങള്? അങ്ങനെയാണ് കാര്യങ്ങൾ. ടിവിയുടെ ഒരു സ്കൂള് പണിത് അവിടെ പിള്ളേരെയും കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ഇനി എന്റെ ഉറക്കം, എന്റെ റെസ്റ്റ്. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പിള്ളേരെ സിറ്റി കത്തിയാ സ്കൂള് ഒരു നല്ലൊരു പണിയാനുള്ളത് തരും. എത്ര ഉണ്ട്? ഞങ്ങൾക്ക് താല്പര്യമില്ല. എത്ര ഉണ്ട്? അങ്ങനെ പറയില്ല. എല്ലാരും കത്തി എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റത്തില്ല. ബി.പി കയറും. അല്ല സംസാരിച്ചിട്ട് അപ്പൊ ഗുഡ് ബൈ. താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്മറീസ്. പ്രയോറിറ്റി ബ്രോ. അതെ, നമ്മുടെ അത് ഇട്ടിട്ടില്ല. നമ്മുടെ 3 പ്രീമിയം ആക്റ്റീവ് ആയിട്ടില്ല. ഒരു പ്രീമിയം ആക്റ്റീവ് ആയിട്ടുള്ള, 2 പ്രീമിയം ആക്റ്റീവ് ആവുന്നതേ ഉള്ളൂ. അതിന്റെ പേയ്മെന്റ് നമ്മൾ കൊടുത്തതേ ഉള്ളൂ. എന്താടാ കേട്ടില്ല? റേഡിയോയില് ചീത്ത വിളിക്കണോ എന്നാ എന്ത് പറഞ്ഞു? കുറ്റം പറഞ്ഞേ. എടാ ഞാൻ ഉസ്മാനെ നീങ്ങി വന്നേടാ. ഉസ്മാനെ നീ എന്നെ വാപ്പിന്ന് വിളിക്കല്ലേ ഉസ്മാനെ? എന്താ വിളിക്കണ്ട? എനിക്ക് ഒരുപാട് പ്രായം തോന്നുന്നില്ലേ വാപ്പിന്ന് വിളിക്കുമ്പോ? ഇല്ല, എനിക്ക് 16 വയസ്സില്ലല്ലോ. പ്രായം തോന്നൂല. എടാ എന്നാലും എനിക്കിപ്പോ 28 വയസ്സല്ലേ ഉള്ളൂ. 16 വയസ്സുള്ള മോനുണ്ടാവണമെങ്കിൽ 12 വയസ്സിൽ എനിക്കൊരു കുഞ്ഞു വരണ്ടേ? അങ്ങനെ എന്തോ? പിന്നെ അങ്ങനില്ലേ? എന്നാ എന്താ വിളിക്കണ്ടനാ? വാസുവിനാന്ന് വിളിച്ചാ മതി. വാസുവിനാന്ന് വിളിക്കണം. നീ വാപ്പിന്ന് വിളിക്കല്ലേ? ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഒരു മദർ ഉണ്ട്. 30-ാം തീയതി വരും. ഇനി നീ ഇപ്പൊ എന്നെ വാപ്പിന്ന് വിളിച്ചുകൊണ്ടിരുന്ന അതെന്റെ പെണ്ണുമ്പിള്ളയാവും. മദറിന്റെ പേര് കൺമണി എന്നാ. 30-ാം തീയതി വരും. ഏത് കൺമണി? കൺമണി, പഴയ കൺമണി. കൺമണിയാണോ നിന്റെ അമ്മ? അതെ, 30-ാം തീയതി വരും. ഞാൻ അങ്ങോട്ട് കൊണ്ടുവരട്ടെ? 30-ാം തീയതി വരും. നീ എവിടെയെങ്കിലും കൊണ്ടുപോ, ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഞാൻ ഇന്ന് എന്നെ രാവിലെ വിളിച്ചേക്കാം. എന്താ ഈ സുഖല്ലേ എന്നൊക്കെ ചോദിച്ചു വിളിച്ചു. എന്നിട്ട് 30-ാം തീയതി വരും പറഞ്ഞ് വിളിച്ചേക്കാം.
നീ 30 എങ്ങോട്ടേലും കൊണ്ടുപോയി, ഇങ്ങോട്ടൊന്നും കൊണ്ടുവരരുത്. എനിക്ക് വേടില്ല. ഇവിടേക്ക് കൊണ്ടുവരുന്ന ഞാൻ നിന്നെ ഏറ്റെടുത്ത് വളർത്താനാ ഇനി ഇതിനകത്തിട്ട്. അല്ല, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ ഞാൻ എലീടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഒരു മദറുണ്ട്, ഞാൻ ആളെ എന്റെ അപ്പിനെ കൂട്ടി സ്കൂളിലോട്ട് വരും പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞേ, നീ നേരെ കൂട്ടിക്കൊണ്ട് MRC കുടുംബ വീട്ടിലോട്ട് പോയിട്ട് ഷെയ്ക്കിനെ ഏൽപ്പിക്കും. കൺമണീനോ? പിന്നെ പുള്ളിക്കാവുമ്പോ ഏൽപ്പിക്കണ? പിന്നെ പുള്ളിക്കാവുമ്പോ ബാങ്കുണ്ട്, ബാക്കി ബിൽഡിങ്ങുകളുണ്ട്, ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട്, പുള്ളിക്ക് നോക്കാം. ഞാനും കൺമണി ഇത് ഒരുമിച്ചല്ലടാ ഒരുമിച്ചല്ലടാ, ഞങ്ങള് ഒരുമിച്ച് പോകില്ലടാ. ഞങ്ങള് ഒരുപാട് അടിയൊക്കെ ആയി പിരിഞ്ഞാണ്. അതുകൊണ്ട് ഞങ്ങള് ഇതായിട്ട് പോകത്തില്ല. നീ ഷെയ്ക്കിനെ ഏൽപ്പിക്കും. ഷെയ്ക്ക് ആവുമ്പോ നല്ല രീതിയിൽ നോക്കിക്കോളും നിന്നെ. ഷെയ്ക്ക് നല്ലപോലെ നോക്കുന്നേ. നോക്കട്ടെ. അപ്പൊ പിന്നെ നിന്റെ അമ്മ നല്ല നോക്കാതിരിക്കുവോ ഷെയ്ക്ക്? അന്ന് ഞാൻ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരാം. അത് എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ? ഇതിനെ ഒന്ന് ഒഴിപ്പിക്കാൻ ഞാൻ പെട്ട പാടെ എനിക്ക് അറിയത്തുള്ളൂ. എന്തിനും ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ? ഒഴിപ്പിക്കാനോ? അതെന്താ കഥ? മോനെ അതൊക്കെ പറയാൻ ഒരുപാടുണ്ട്. ആണോ? മംഗലശ്ശേരി ബ്രോ, താങ്ക് യു സോ മച്ച് 1000. കണ്ണൻ നായർ ബ്രോ 200 again. കൺമണി എന്റെ മദർ പറയണ പോലെ ഞാൻ ചെയ്യാം. എന്തോ കേട്ടില്ല. കൺമണി പറയണ പോലെ ഞാൻ ചെയ്യാം. എടാ ഇവിടെ കൊണ്ടുവന്നാ ഞാൻ അവളെ വെടിവെച്ച് കൊല്ലുവേ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യും. എനിക്ക് അവളെ ഇഷ്ടമല്ല. പിന്നെ അതാ ഈ ഗോകുനെ കണ്ട, ഇവനെ കണ്ട, നീ ഇവനെ കണ്ട, അവന്റെ മോൻ നോക്കി എന്ത് ടെറർ നോക്കി. ഇവനാണ് കൺമണി കണ്ണെടുത്താ കണ്ടുകൂടാ. ഇവൻ ചിലപ്പോ എന്തെങ്കിലും ചെയ്ത് കളയും. കണ്ട 24 മണിക്കൂർ ബാറ്റൊക്കെ ആയിട്ട് നടക്കണം. കണ്ട കൺമണി എന്ത് ചെയ്യണം? അണ്ണൻ പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞാൽ മതി. വേണ്ട ഒന്ന് ചെയ്യട്ടെ. ഇപ്പൊ ചെയ്യട്ടെ. ഓക്കെ എന്നാ എന്റെ ടീച്ചറെ പോണു. ബ്രാവോ. ഹലോ ഹലോ. ഹലോ ടീച്ചർ. ഹലോ ടീച്ചർ. ആ ഓക്കെ സംസാരിച്ചു. കൂടി കത്തി തരാൻ തോന്നുന്നു. താങ്ക് യു ടീച്ചർ. വണ്ടിയിൽ വളക്കി ടീച്ചർ. കയറാൻ പറ്റുമോ? പരുന്ത് വാപ്പി. അയ്യോ എടാ വാപ്പി എന്ന് വിളിക്കല്ലേ, ഓൾഡ് ലൈവ് ബ്ലാസ്റ്റ്. അതൊക്കെ പഴയ ലൈവ് ബ്ലാസ്റ്റുകളെ പറ്റിയാണ് ഇവര് പറയണത്. അണ്ണാ ഫിനാൻഷ്യൽ ബാക്കപ്പ് ആണ്. അയ്യോ രാഹുൽ ബ്രോ താങ്ക് യു സോ മച്ച് 400. ആ പറയടാ. ചീത്ത പറയുന്നു. ആര്? ഏത് ലേഡി? അവളുടെയൊക്കെ വായിന്ന് അത് പ്രതീക്ഷിച്ചാ മതി. മനസ്സിലായ? എങ്ങോട്ട് തിരിയാൻ പറ്റാത്ത അവസ്ഥയല്ലോ. ഋഷി ബ്രോ താങ്ക് യു സോ മച്ച് 200. ഇതാരാ ഈ ഇല്ല ഞാൻ നമ്പർ വാങ്ങിച്ചു. പുതിയ ഫോണല്ല. നമ്പർ മേടിക്കുവായിരുന്നു. ഇവളുടെ അച്ഛനെ ഓർഡർ എടുക്കണം. മത്തിയെ വേണ്ടി. ചോദ്യം, ഞാനൊരു ലാഗാണ് പക്ഷെ ഒരു വൈറസ് അല്ല. ഒരു മിനിറ്റ്. അതെന്താ ചോദിച്ചേ? ഞാനൊരു ലാഗാണ് പക്ഷെ ഞാനൊരു വൈറസ് അല്ല. ഞാൻ വന്നാൽ നിങ്ങൾ കളിക്കില്ല പക്ഷെ നിങ്ങൾ ദേഷ്യപ്പെടും. ഞാൻ എന്താണ്? അതെന്താണ്? പാക്കറ്റ് ലോസ് ആയിരിക്കുമോ? പാക്കറ്റ് ലോസ്. ആ പറയൂ ദർശന പറ. അല്ല ഞാന് സാർക്കേനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. പെട്ടെന്ന് ഞാൻ വന്നപ്പോ എന്റെ വണ്ടിയില് പിക്ക് ചെയ്തതാ. മനസ്സിലായി. അതൊന്നും ഒരു കുഴപ്പമില്ല. കാര്യം അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ള ദർശന. ഉസ്മാൻ ഇല്ല, നമുക്ക് വേണ്ടപ്പെട്ട പയ്യനാണ്. ഞാൻ അവനെ ആ സ്കൂളിൽ പഠിക്കാൻ വിട്ടായിരുന്നു കേട്ടോ. അപ്പൊ അവന്റെ PTA-ലോട്ടുള്ള ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാ. കാരണം എനിക്ക് പഴയ ബന്ധങ്ങളൊന്നും കീപ്പ് ചെയ്യുന്ന ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് എല്ലാം ഇപ്പൊ പിന്നെ ഈ ഇത് നന്ദിയുടെ കടപ്പാടിന്റെ ഒക്കെ കണക്ക് പറയും പിന്നീട്. ഇതാവുമ്പോ പൈസ കൊടുത്ത് നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടാണെങ്കിൽ ആരും കണക്ക് പറയാൻ വരത്തില്ല ദർശന. ഏത്
അത് ശരിയാ അതാണ്. അങ്ങനെ വേണം അങ്ങനെ നമുക്ക് ആരുടെ പൈസയുടെ ആവശ്യം ഇല്ല അതാണ് 17K വാച്ചിങ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ക്യാമ്പസില് ഗേൾസിന് കയറാൻ പറ്റുമോ? ഇല്ല നോ വേ. നമ്മള് ഒരാളെ പോലും കേട്ടിട്ടില്ല. ഹലോ ക്ഷണം വിചാരിച്ച ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞ ഹോയ്.exe താങ്ക് യു സോ മച്ച് ബ്രോ വെൽക്കം സ്ട്രീം.